Dear students, now we are going to discuss a theorem. Statement പറയാം. Let P be an odd prime and let D be any positive divisor of P minus 1. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? P എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈം നമ്പറാണ്. D എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിവൈസർ ഓഫ് എന്താണ് പി മൈനസ് വൺ ആണ്. ഓക്കെ, പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് ഡിവൈസർ വണ്ണും പിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു നൊട്ടേഷൻ്റെ ആവശ്യമില്ല. ഇത് പി മൈനസ് വണ്ണിൻ്റെ പോസിറ്റീവ് ഡിവൈസറാണ് ഡി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻ എവറി റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് പി ദർ ആർ exactly 5 of the numbers a such that exponent of a mod p equal to d. എന്താണ് പറയുന്നത്? എല്ലാ റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റത്തിലും 5 ഓഫ് ഡി നമ്പേഴ്സ് കാണും. എങ്ങനത്തെ നമ്പേഴ്സ്? 5 ഓഫ് ഡി നമ്പേഴ്സ് എ കാണും. സച്ച് ദാറ്റ് എയുടെ എക്സ്പോണൻ്റ് മോഡ് പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡി കിട്ടുന്ന രീതിയിൽ. മനസ്സിലായോ? അതായത് എക്സ്പോണൻ്റ് ഡി വരുന്ന 5 ഓഫ് ഡി എലമെൻറ്റ്സ് കാണുമെന്നാണ് പറയുന്നത്. എല്ലാ റെഡ്യൂസ്ഡ് സിസ്റ്റത്തിലും എക്സ്പോണൻ്റ് മോഡ് പിയുടെ വാല്യൂ ഡി കിട്ടുന്ന 5 ഓഫ് ഡി എലമെൻറ്റ്സ് കാണും. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 2 കിട്ടുന്ന 5 ഓഫ് 2 എലമെൻറ്റ്സ് കാണും, പ്രൊവൈഡഡ് 2 എന്ന് പറയുന്ന ഒരു ഡിവൈസർ ആയിരിക്കണം. ഓക്കെ, പി മൈനസ് വണ്ണിൻ്റെ. അങ്ങനെ ഇത് എല്ലാ ഡിവൈസേഴ്സിനും ശരിയാണ്. ഡി എന്ന് പറയുന്ന ഒരു ഡിവൈസർ ആണെങ്കിൽ, ഒരു പോസിറ്റീവ് ഡിവൈസർ ഓഫ് പി മൈനസ് വൺ ആണെങ്കിൽ ഡി എക്സ്പോണൻ്റായിട്ട് വരുന്ന 5 ഓഫ് ഡി എലമെൻറ്റ്സ് കാണും. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഡി എന്ന് പറയുന്ന വാല്യൂ എക്സ്പോണൻ്റായിട്ട് കിട്ടുന്ന 5 ഓഫ് ഡി എലമെൻറ്റ്സ് എല്ലാ റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റത്തിലും കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസും കൂടി നമുക്കിനി സ്റ്റേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പി മൈനസ് വണ്ണിൻ്റെ ഡിവൈസർ ആയിരുന്നു. അപ്പോൾ ഡിക്ക് പി മൈനസ് വണ്ണിൻ്റെ ഡിവൈസർ എന്ന് പറയുമ്പോൾ പി മൈനസ് വൺ തന്നെ ആകാൻ പറ്റുമല്ലോ, ശരിയല്ലേ? അപ്പോൾ ഡി ഈക്വൽ ടു പി മൈനസ് വൺ ആകുമ്പോൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വരും? തിയറത്തിൽ പറയുന്നത് എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡി കിട്ടുന്ന 5 ഓഫ് ഡി എലമെൻറ്റ്സ് കാണും. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ മോഡ് പി മൈനസ് വൺ കിട്ടുന്ന എത്ര എലമെൻറ്റ്സ് കാണും? പി മൈനസ് വൺ കിട്ടുന്ന 5 ഓഫ് പി മൈനസ് വൺ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? ഇത്രയും എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ പി മൈനസ് വൺ കിട്ടുന്ന 5 ഓഫ് പി മൈനസ് വൺ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ പി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് പിയുടെ വാല്യൂ പി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 ഓഫ് പി തന്നെയല്ലേ. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ പി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 5 ഓഫ് പി കിട്ടുക എന്നാണ്. നമുക്കറിയാം എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം ഈക്വൽ ടു 5 ഓഫ് എം കിട്ടിയാൽ നമ്മൾ പറയും എയിനെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് പി ഈക്വൽ ടു 5 ഓഫ് പി കിട്ടിയപ്പോൾ എ എന്തായി? എ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് റൂട്ട് മോഡ് പി ആയി. അപ്പോൾ അങ്ങനത്തെ എത്ര പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ട്? 5 ഓഫ് പി മൈനസ് വൺ ഉണ്ടെന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. സോ അതാണ് ഇൻ പർട്ടിക്കുലർ വെൻ ഡി ഈക്വൽ ടു 5 ഓഫ് പി ഈക്വൽ ടു പി മൈനസ് വൺ ദർ ആർ എക്സാക്ട്ലി 5 ഓഫ് പി മൈനസ് വൺ പ്രിമിറ്റീവ് റൂട്ട്സ് മോഡ് പി. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. പ്രൂഫ് കുറച്ച് ലെങ്തി പ്രൂഫാണ്. അപ്പോൾ ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം എവരി റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് പി കൺസിസ്റ്റ് ഓഫ് 5 ഓഫ് പി എലമെൻറ്റ്സ്. അതായത് ഇപ്പം എല്ലാ റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് എമ്മിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? അതിൻ്റെ അകത്ത് ജനറലി 5 ഓഫ് എം എലമെൻറ്റ്സ് കാണും, അല്ലേ? റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് എമ്മിൻ്റെ അകത്ത് 5 ഓഫ് എം എലമെൻറ്റ്സ് കാണും. അപ്പം റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് പിയുടെ അകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? 5 ഓഫ് പി, അതായത് പി മൈനസ് വൺ എലമെൻറ്റ്സ് കാണും ടോട്ടൽ, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ പി മൈനസ് വൺ എലമെൻറ്റ്സ് ഉള്ളൊരു റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണ്. ഏതാണത്? 1 2 3 എക്സെട്രാ അപ് ടു പി മൈനസ് വൺ ഈസ് എ റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം മോഡ് പി. അപ്പോൾ ഈ മോഡ് പി എന്ന് എല്ലായിടത്തും എഴുതണമെന്നില്ല. ഓൾറെഡി നമ്മൾ എടുത്തേക്കുന്നത് മോഡ് പി ആയതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് സ്പെസിഫൈ.
ഇനി നമ്മൾ പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആ സെറ്റിനെ നമ്മൾ വിളിച്ച പേരാണ് എ ഓഫ് ഡി. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് നോക്കൂ. ലെറ്റ് എ ഓഫ് ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സിൻ്റെ വാല്യൂ എങ്ങനെയുള്ളതാണ്? 1 < (x < (p-1). അതായത് താണ്ടെ 1 മുതൽ p-1 വരെയുള്ള ഏതോ ഒരു എലമെൻ്റാണ് എക്സ്. അപ്പോൾ 1നോടും p-1നോടും ഈക്വൽ ആകാം. അപ്പോൾ ഈ സെറ്റിനകത്തുള്ള ഏതൊരു എലമെൻറ്റ് വേണമെങ്കിലും ആകാം എക്സ്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? എക്സിൻ്റെ എക്സ്പോണൻറ്റ് മോഡ് പിയുടെ വാല്യൂ എന്ത് കിട്ടണം? ഡി കിട്ടണം. ഓക്കെ, കാരണം തിയറത്തിൽ എന്താ പറയുന്നത്? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡിയോട് ഈക്വൽ ആകുന്ന ഫൈ ഓഫ് ഡി എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡിയോട് ഈക്വൽ ആകുന്ന എക്സുകളുടെ കളക്ഷനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്, അല്ലേ? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡിയോട് ഈക്വൽ ആകുന്ന എക്സുകളുടെ കളക്ഷനാണ് നമ്മളിപ്പം എടുത്തേക്കുന്നത്. ആ കളക്ഷനെ വിളിച്ച പേരാണ് എ ഓഫ് ഡി. അപ്പോൾ എ ഓഫ് ഡി എങ്ങനത്തെ എലമെൻറ്റ്സ് ആണ്? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡി കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ്. ഇനി എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി എന്താണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി നമുക്ക് ഫൈ ഓഫ് ഡി എന്നാണ് കാണിക്കേണ്ടത്, അല്ലേ? കാരണം ഇതിനകത്തുള്ള എലമെൻറ്റ്സുകളുടെ എണ്ണം ഫൈ ഓഫ് ഡി, എക്സ്പോണൻറ്റ് ഡി വരുന്ന എലമെൻറ്റ്സുകളുടെ എണ്ണം ഫൈ ഓഫ് ഡി ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എക്സ്പോണൻറ്റ് ഡി വരുന്ന എലമെൻറ്റ്സുകളുടെ കളക്ഷനാണ് എ ഓഫ് ഡി. അപ്പോൾ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി ഈക്വൽ ടു ഫൈ ഓഫ് ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ ആ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റീനെ എഫ് ഓഫ് ഡി എന്ന് വിളിക്കുവാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൈ ഓഫ് ഡി എന്നാണ്. ഇപ്പോൾ നമുക്കറിയില്ലല്ലോ എന്താണെന്ന്. സോ നമ്മൾ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി മോഡ് എ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഓഫ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഡി. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഓഫ് ഡി ഈക്വൽ ടു ഫൈ ഓഫ് ഡി. ഇനി എ ഓഫ് ഡിയിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ക്ലിയർലി എ ഓഫ് ഡീസ് ആർ ഡിസ്ജോയിൻഡ് സെറ്റ്സ്. അതായത് നമ്മളിപ്പം ഓരോ ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എ ഓഫ് ഡികൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം നമ്മളിപ്പം ഒരു ഡിവൈസർ 2 എടുത്തു, അപ്പോൾ നമുക്ക് എ ഓഫ് 2 കിട്ടും. പിന്നെ 3 ഒരു ഡിവൈസർ ആണെങ്കിൽ നമുക്ക് എ ഓഫ് 3 കിട്ടും. അപ്പോൾ എ ഓഫ് 2ഉം എ ഓഫ് 3ഉം എങ്ങനെയുള്ള എലമെൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്? എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 2 കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 3 കിട്ടുന്ന എക്സുകളുടെ കളക്ഷൻ. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് വല്ലതും വരുമോ? ഒരിക്കലും വരില്ല. കാരണം എക്സ്പോണൻറ്റ് 2 വരുന്ന ഒരു എലമെൻറ്റിന് ഒരിക്കലും എക്സ്പോണൻറ്റ് 3 ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെല്ലാവരും എപ്പോഴും ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരു 2 ഡിഫറൻ്റ് ആയിട്ടുള്ള എ ഓഫ് ഡി എടുത്താൽ ഉറപ്പായിട്ടും അവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർലി എ ഓഫ് ഡീസ് ആർ ഡിസ്ജോയിൻഡ് സെറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ പ്രൂഫ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല, നിങ്ങൾക്ക് തനിയെ എഴുതാൻ പറ്റും. അപ്പോൾ എ ഓഫ് ഡി നമ്മൾ ഡിഫൈൻ ചെയ്തു ആദ്യം. അതിനുശേഷം നമ്മൾ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി എഫ് ഓഫ് ഡി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ പറയുന്നു എ ഓഫ് ഡീസ് ആർ ഡിസ്ജോയിൻഡ് സെറ്റ്സ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിസ്ജോയിൻഡ് സെറ്റ്സിൻ്റെ യൂണിയൻ ഒന്ന് എടുത്ത് നോക്കിക്കേ. എല്ലാ എ ഓഫ് ഡി, ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഓഫ് എന്താണ്? ഡിവൈസർ ഓഫ് p-1, അല്ലേ? അപ്പോൾ p-1ൻ്റെ ഓരോ പോസിറ്റീവ് ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ എ ഓഫ് ഡി കിട്ടത്തില്ലേ? കിട്ടും. അപ്പം ഇപ്പം നമ്മൾ പറയുവാണ് D1 D2 എക്സെട്ര DK എന്ന് പറയുന്നതാണ് p-1ൻ്റെ ഡിവൈസസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എ ഓഫ് D1 കിട്ടും, എ ഓഫ് D2 കിട്ടും, എക്സെട്ര അങ്ങനെ ഇവിടം വരെ കിട്ടും എ ഓഫ് DK. കാരണം ഓരോ പോസിറ്റീവ് ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എ ഓഫ് ഡി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം പരസ്പരം എന്താണ്? ഇതെല്ലാം പരസ്പരം ഡിസ്ജോയിൻ്റ് ആണ്. ഇനി ഇവരുടെ എല്ലാവരുടെയും കൂടെ യൂണിയൻ ഒന്നെടുത്തേ. യൂണിയൻ എടുക്കുമ്പോൾ എന്താ കിട്ടുക? യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ സെറ്റില്ലേ, ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കാരണം ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും എക്സ്പോണൻറ്റ് p-1ൻ്റെ ഏതെങ്കിലും ഒരു ഡിവൈസർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റീസണാണ് നമ്മളിപ്പോൾ താഴെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ യൂണിയൻ ഈക്വൽ ടു ഈ സെറ്റ് കിട്ടുക എന്നുള്ള റീസണാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. 2 സെറ്റ് എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആണെന്ന് കാണിക്കുക? സാധാരണ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക? ഇപ്പോൾ 2 സെറ്റ് എ ഈക്വൽ ടു ബി എന്ന് നമ്മളെങ്ങനെയാണ് കാണിക്കുക? ആദ്യം നമ്മൾ കാണിക്കും എയിലെ ഒരു എലമെൻ്റ് എടുത്തിട്ട് അത് ബിയിലുണ്ടെന്ന് കാണിക്കും. പിന്നെ ബിയിലെ ഒരു എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ എയിലുണ്ടെന്ന് കാണിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കുക?
അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റും ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു സെറ്റിലെ ഒരു എലമെൻ്റ് എടുത്തിട്ട് മറ്റേ സെറ്റിലുണ്ടെന്ന് കാണിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്തൊരു എലമെൻ്റ് എടുത്തിട്ട് ഇതിലുണ്ടെന്ന് കാണിക്കുക, പിന്നെ നേരെ തിരിച്ചും. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ലെറ്റ് എക്സ് ബിലോങ്സ് ടു സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു p-1. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം 1 ആകാം, 2 ആകാം, 3 ആകാം, എക്സെട്ര p-1 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അപ്പോൾ എന്തായാലും എക്സ് എന്ന് പറഞ്ഞാൽ പിയേക്കാളും ചെറിയ ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. സോ എക്സിൻ്റെയും പിയുടെയും ജി സി ഡി എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. കാരണം പിയുടെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 1ഉം പിയും മാത്രമാണ്, പിയുടെ പോസിറ്റീവ് ഡിവൈസർ. എക്സ് എന്ന് പറഞ്ഞാൽ p-1 വരെ മാത്രമേ വേരി ചെയ്യുള്ളൂ. അപ്പം പിന്നെ കോമൺ ഫാക്ടർ വരിക 1 അല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താ അപ്ലൈ ചെയ്യണം? ലിറ്റിൽ ഫെർമാറ്റ് തിയറം അപ്ലൈ ചെയ്യുക. കാരണം രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി 1 ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ലിറ്റിൽ ഫെർമാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിറ്റിൽ ഫെർമാറ്റ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെയും പിയുടെയും ജി സി ഡി 1 ആയതുകൊണ്ട്, എക്സിൻ്റെയും പിയുടെയും ജി സി ഡി 1 ആയതുകൊണ്ട് എക്സ് റൈസ് ടു 5 ഓഫ് പി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod b. നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ്? എയുടെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആണെങ്കിൽ എ റൈസ് ടു 5 ഓഫ് എം ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod m എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് വരും, എമ്മിൻ്റെ സ്ഥാനത്ത് പി വരും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് റൈസ് ടു 5 ഓഫ് പി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod b. ഇനി 5 ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് p-1 ആണ്. സോ എക്സ് റൈസ് ടു p-1 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod p എന്ന് കിട്ടും. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? p-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ്പോണൻ്റ് ഓഫ് എക്സ് മോഡ് പി. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ ഓൾറെഡി എക്സ്പോണൻറ്റിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞത്? എക്സ് റൈസ് ടു എഫ്, എക്സ് അല്ലെങ്കിൽ എ എടുക്കുക, എ റൈസ് ടു എഫ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod പിയോ എമ്മോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എ റൈസ് ടു എഫ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod പി ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എഫിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് വിളിക്കുക. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു കെ എടുത്താലും, വേറൊരു കെ എന്ന് പറയുന്ന എലമെൻ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഏതൊരു കെ എടുത്താലും അത് ഈ എഫിൻ്റെ, ആ സ്മോളസ്റ്റ് എഫിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അതായത് എക്സ്പോണൻറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു ജനറൽ കണ്ടീഷനാണ്. ഇപ്പോൾ ഇവിടെ കെയുടെ പൊസിഷനിൽ എന്ത് വന്നു? p-1 വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ പവർ എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ വേറെ ഏത് പവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ പവേഴ്സ് എല്ലാം എക്സ്പോണൻറ്റിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ p-1 എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ ഓഫ് എക്സ്പോണൻ്റ് ഓഫ് എക്സ് മോഡ് പി ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. p-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ്പോണൻ്റ് ഓഫ് എക്സ് മോഡ് പി. അപ്പോൾ p-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ഈസ് എ ഡിവൈസർ ഓഫ് p-1 എന്നും കൂടെ അല്ലേ അതിൻ്റെ മീനിങ്? ഇവിടെ നമുക്ക് കിട്ടിയത് p-1 മൾട്ടിപ്പിൾ ഓഫ് എക്സ്പോണൻ്റ്. തിരിച്ച് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ഓഫ് എക്സ് മോഡ് പി ഈസ് എ ഡിവൈസർ ഓഫ് p-1. പക്ഷേ p-1ൻ്റെ ഡിവൈസറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? അത് ഡി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത് അല്ലേ? ഡി ഡിവൈഡ്സ് p-1. ഏതൊരു ഡിവൈസർ ഓഫ് p-1നെ നമ്മൾ ഡി എന്നാണ് വിളിച്ചത്. അപ്പോൾ എക്സ്പോണൻ്റ് ഓഫ് എക്സ് മോഡ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഡിയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എ ഓഫ് ഡിയുടെ എലമെൻ്റ് ആയിരിക്കും എക്സ്. കാര്യം എന്താ? നമ്മൾ എ ഓഫ് ഡി ഡിഫൈൻ ചെയ്തത് എക്സ്പോണൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ആകുന്ന എക്സുകളുടെ കളക്ഷനാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ്പോണൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി എന്നാണ് കിട്ടിയത്. സോ എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി. പക്ഷേ എക്സ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? എക്സ് ബിലോങ്സ് ടു ദി സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു p-1 എന്നാണ് നമ്മൾ എടുത്തത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? അതേ എക്സ് എ ഓഫ് ഡിയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ്, ഏതിനകത്തുള്ള ഈ സെറ്റിനകത്തുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്താൽ അത് ഏതെങ്കിലും ഒരു എ ഓഫ് ഡിയിലുണ്ടാകും എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? സോ ഈച്ച് എക്സ് ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു p-1 ബിലോങ് ടു സം എ ഓഫ് ഡി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എ ഓഫ് ഡികളുടെ യൂണിയൻ എടുക്കുമ്പോൾ അത് ഈ സെറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. Therefore,
collection of all a of d's is a partition of the set 1 2 3 etc. up to p minus 1. നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്? ഡിസ്ജോയിൻ്റ് ആയിരിക്കണം, അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ഫുൾ സെറ്റ് കിട്ടണം അല്ലേ? നമ്മുടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഡിസ്ജോയിൻ്റ് എം ടി ആയിരിക്കണം, യൂണിയൻ എടുക്കുമ്പോൾ ഫുൾ സെറ്റ് കിട്ടണം. അങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര അപ് ടു p മൈനസ് 1 ആയിട്ട് കണ്ടാൽ എ ഡീസ് എന്താണ് അതിൻ്റെ പാർട്ടീഷനായിട്ട് കാണാൻ പറ്റും. കാരണം ഓരോ എ ഡീസും പരസ്പരം ഡിസ്ജോയിൻറ്റും ആണ്. എ ഡീസുകളുടെ യൂണിയൻ എടുത്തപ്പോൾ നമുക്ക് ഈ സെറ്റ് കിട്ടുകയും ചെയ്തു. സോ ഈ സെറ്റിൻ്റെ ഒരു പാർട്ടീഷനാണ് എ ഡീസിൻ്റെ കളക്ഷൻ. ഓക്കെ, അപ്പോൾ എ ഡീസിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ഈ സെറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഡീസിലെ എല്ലാ എ ഡികളുടെയും കാർഡിനാലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ എത്ര എ ഡി ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ AD1 AD2 എക്സെട്ര അങ്ങനെ ADK വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ എല്ലാവരും കൂടി ചേർന്നാണ് 1 2 3 എക്സെട്ര അപ് ടു p മൈനസ് 1 എന്ന് പറയുന്ന സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താ? ഇത് ഓരോ സെറ്റിലെ എലമെൻറ്റ്സ് എടുക്കുക പ്ലസ് അങ്ങനെ നമ്മൾ എല്ലാ എലമെൻറ്റ്സിനും എല്ലാ സെറ്റിൻ്റെയും കാർഡിനാലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഈ സെറ്റിൻ്റെ കാർഡിനാലിറ്റി ആയിരിക്കും. കാരണം ഇവരെല്ലാവരും കൂടെ യൂണിയൻ എടുക്കുമ്പോഴല്ലേ നമുക്ക് ഈ സെറ്റ് കിട്ടിയത്. അപ്പോൾ ഓരോന്നിൻ്റെയും കാർഡിനാലിറ്റി എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കിട്ടും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സിഗ്മ മോഡ് എ ഓഫ് ഡി ഈക്വൽ ടു മോഡ് സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു p മൈനസ് 1. ഈ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? p മൈനസ് 1 ആണ് അല്ലേ? സോ സിഗ്മ മോഡ് എ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡി ആണ്. നമ്മൾ ആദ്യം തുടങ്ങിയത് അങ്ങനെയല്ലേ? എഫ് ഓഫ് ഡിയുടെ കാർഡിനാലിറ്റിയെ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റിയെ നമ്മൾ എഫ് ഓഫ് ഡി എന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എഫ് ഓഫ് ഡി ഈക്വൽ ടു p മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. എന്താണ് ആ റിസൾട്ട്? സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഫൈ ഓഫ് ഡി ഈക്വൽ ടു എൻ എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1 എഫ് ഓഫ് ഡി ഈക്വൽ ടു p മൈനസ് 1 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി നമ്മൾ ഈ റിസൾട്ട് വെച്ചിട്ട് എന്നിന് പകരം p മൈനസ് 1 അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1 ഫൈ ഓഫ് ഡി ഈക്വൽ ടു p മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ നോക്കിക്കേ, രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഈക്വലാണ് അല്ലേ? രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഈക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1 എഫ് ഓഫ് ഡി ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1 ഫൈ ഓഫ് ഡി. അപ്പോൾ രണ്ടിൻ്റെയും സിഗ്മയിൽ വന്നേക്കുന്ന സാധനങ്ങൾ സെയിം അല്ലേ? സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1, ഇവിടെയും സിഗ്മ ഡി ഡിവൈഡ്സ് p മൈനസ് 1. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഈ സൈഡിൽ എന്ത് വരും? എഫ് ഓഫ് ഡി മൈനസ് ഫൈ ഓഫ് ഡി ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ ഇതും കൂടി ഈ ഒരു ടേമും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക, സിഗ്മ കോമൺ എടുക്കുക. അപ്പോൾ ഡിഫറൻസ് ആയിട്ട് വരത്തില്ലേ? സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഓക്കെ, നമുക്കിനി പ്രൂവ് ചെയ്യേണ്ട കാര്യം എഫ് ഓഫ് ഡി ഈക്വൽ ടു ഫൈ ഓഫ് ഡി ഇതാണ്. നോക്കൂ, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു വെച്ചതാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഓഫ് ഡി ഈക്വൽ ടു ഫൈ ഓഫ് ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന സ്റ്റെപ്പ് സിഗ്മ എഫ് ഓഫ് ഡി മൈനസ് ഫൈ ഓഫ് ഡി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ സമ്മേഷൻ 0 ആയതുകൊണ്ട് ഓരോ ഡിഫറൻസും 0 ആവണം എന്നില്ല. ഓക്കെ, ഒരു സം 0 ആയതുകൊണ്ട് അതിൽ ഓരോ ടൈമും 0 ആവണമെന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 + -2 എന്ത് വരും? ആൻസർ 0 അല്ലേ? അതുകൊണ്ട് ഇതിൽ ഓരോ ടൈമും 0 ആണെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് ഡി മൈനസ് ഫൈ ഓഫ് ഡികളുടെ സമ്മാണ് 0 എന്ന് കിട്ടിയത്. അപ്പോൾ അത് സം 0 ആയതുകൊണ്ട് അതിൽ ഓരോ ടൈമും 0 ആവണം എന്നില്ല. ശരിയല്ലേ? പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓരോ ടേമും 0 ആണെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടു പ്രൂവ് എഫ് ഓഫ് ഡി ഈക്വൽ ടു ഫൈ ഓഫ് ഡി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എയ്തർ ഓൾ എഫ് ഓഫ് ഡി ഈക്വൽ ടു 0 ഓർ എഫ് ഓഫ് ഡി നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എഫ് ഓഫ് ഡി ഈക്വൽ ടു ഫൈ ഓഫ് ഡി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം. ഇനി അസ്യൂം ദാറ്റ് എഫ് ഓഫ് ഡി നോട്ട് ഈക്വൽ ടു 0. എഫ് ഓഫ് ഡി നോൺ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, എന്താണ് അസ്യൂം ചെയ്യുന്നത്? എഫ് ഓഫ് ഡി നോൺ 0 ആണെന്ന് അസ്യൂം ചെയ്യുക.
അപ്പോൾ എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി. അപ്പോൾ എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി 0 അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഓഫ് ഡിയിൽ ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ട്. അതായത് എ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് അല്ല. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എ ഓഫ് ഡി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാമല്ലോ. നൾ സെറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ട്. ആ എലമെൻറ്റിനെ എ എന്ന് വിളിക്കുക. ഇനി എ ഓഫ് ഡിയുടെ പ്രത്യേകത എന്താണ്? എക്സ്പോണൻ്റ് ഈക്വൽ ടു ഡി ആകുന്ന എക്സുകളുടെ കളക്ഷനാണ് എ ഓഫ് ഡി. അതായത് എ ഓഫ് ഡിയിലെ എല്ലാ എലമെൻറ്റിൻ്റെയും എക്സ്പോണൻ്റ് ഡി ആണ്. അപ്പോൾ എയുടെയും എക്സ്പോണൻ്റ് എന്തായിരിക്കും? ഡി ആയിരിക്കും. സോ എ റൈസ് ടു ഡി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എയുടെ എക്സ്പോണൻ്റ് ഡി ആണെങ്കിൽ എ റൈസ് ടു ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി ആയിരിക്കും. ശരിയല്ലേ? ഇനി എ റൈസ് ടു ഡിയുടെ ഏത് പവർ എടുത്താലും അത് കോൺഗ്രുവൻ്റ് ടു 1 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പീത്തെ പവർ എടുത്താലും കോൺഗ്രുവൻ്റ് ടു 1 റൈസ് ടു പി, അതായത് കോൺഗ്രുവൻ്റ് ടു 1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എ റൈസ് ടു ഡി ദി ഹോൾ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻ്റ് ടു 1. ഇവിടെ ഒരു ഹോൾ റൈസ് ടു എന്നുണ്ട് കേട്ടോ. എ റൈസ് ടു ഡി ദി ഹോൾ റൈസ് ടു പി, ഇങ്ങനെയാണത് വരുന്നത്. എ റൈസ് ടു ഡി ഹോൾ റൈസ് ടു പി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. ഇനി ആ പിക്ക് പകരം 2 എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഏത് പവർ എടുത്താലും ശരിയാണ്. പി തന്നെ ആവണമെന്നില്ല, 1 2 3 ഏത് പവർ എടുത്താലും ശരിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിലും ശരിക്കും പ്രശ്നമില്ല. ഇതിന് പകരം ഈ ഒരു സ്റ്റെപ്പിന് വരെ അത് എഴുതിയതിനകത്ത് ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും വരേണ്ട സ്റ്റെപ്പ് നിങ്ങളത് കറക്റ്റ് ചെയ്തോണേ നോട്ടിൽ. ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരേണ്ടത്. എ റൈസ് ടു ഡി ദി ഹോൾ സ്ക്വയർ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 സ്ക്വയർ മോഡ് പി. ഇനി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 തന്നെയാണ് അല്ലേ? അപ്പോൾ 1 മോഡ് പി ഇങ്ങനെയാണ് വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? എ റൈസ് ടു ഡി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 2d ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തോണം കേട്ടോ, നോട്ടിൽ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി എ റൈസ് ടു 2dനെ ഞാൻ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. എങ്ങനെ എഴുതുവാണ്? എ സ്ക്വയർ ഹോൾ റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു എ റൈസ് ടു 2d എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ എഴുതാം. അതിന് എ റൈസ് ടു ഡി ഹോൾ സ്ക്വയർ എന്നും എഴുതാം, അതുപോലെ തന്നെ എ സ്ക്വയർ ഹോൾ റൈസ് ടു ഡി എന്നും എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നത് എ സ്ക്വയർ ഹോൾ റൈസ് ടു ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. സിമിലർലി നമുക്ക് എന്ത് കിട്ടും? എ ക്യൂബ് ഹോൾ റൈസ് ടു ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. കാരണം ഏത് പവർ എടുത്താലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഇപ്പം ഞാനിവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ 2 എടുത്തതിന് പകരം 3 എടുത്താലും നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. അങ്ങനെ ഓരോ സ്റ്റെപ്പും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവിടം വരെ എഴുതി. എ റൈസ് ടു ഡി ദി ഹോൾ റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി വരെ എഴുതുക. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? എ റൈസ് ടു 2 ഹോൾ റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1, എ ക്യൂബ് ഹോൾ റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1, അങ്ങനെ എക്സെട്ര. എ റൈസ് ടു ഡി ഹോൾ റൈസ് ടു ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. അതായത് ഇപ്പം എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി ഉണ്ട് കേട്ടോ, എല്ലായിടത്തും മോഡ് പി ഉണ്ട്. എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി എന്നുള്ളൊരു കോൺഗ്രുവൻസ് റിലേഷൻ കൺസിഡർ ചെയ്താൽ എക്സിന് പകരം എ സ്ക്വയർ കൊടുത്താൽ ഇത് ഹോൾഡ് ചെയ്യും, ബിക്കോസ് നമുക്കിതുണ്ട്. അതുപോലെ തന്നെ എ ക്യൂബ് കൊടുത്താലും ഹോൾഡ് ചെയ്യും, കാരണം ഇതുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടം വരെ കൊടുക്കാൻ പറ്റും. എ റൈസ് ടു ഡി കൊടുത്താലും ഇത് ഹോൾഡ് ചെയ്യും. ശരിയല്ലേ? എ കൊടുത്താൽ ഓൾറെഡി ഇത് ഹോൾഡ് ചെയ്യും. നമുക്ക് എ കൊടുക്കുമ്പോൾ ഉള്ളത് കിട്ടിക്കഴിഞ്ഞു, കാരണം എക്സ്പോണൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡി ആയതുകൊണ്ട് എ റൈസ് ടു ഡി എന്തായാലും ഇത് ഹോൾഡ് ചെയ്യും. അപ്പോൾ എ സ്ക്വയർ, എ ക്യൂബ്, എക്സെട്ര, എ റൈസ് ടു ഡി എല്ലാം എന്തിൻ്റെ സൊല്യൂഷനാണ്? ഇതിൻ്റെ സൊല്യൂഷനാണ്. എക്സ് ഈക്വൽ ടു എ സ്ക്വയർ, എക്സെട്ര, എ റൈസ് ടു ഡി ആർ സൊല്യൂഷൻസ് ഓഫ് എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ബട്ട് സിൻസ് പി ഈസ് പ്രൈം, എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി ഹാസ് അറ്റ് മോസ്റ്റ് ഡി ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടില്ലേ ഇങ്ങനൊരു റിസൾട്ട്? അതായത് എക്സ് റൈസ് ടു എൻ കോൺഗ്രുവൻ്റ് ടു 1 മോഡ് എന്നിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പിക്ക് ആ എക്സിൻ്റെ പവർ എത്രയാണോ മാക്സിമം അത്ര ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസേ ഉണ്ടാകാവുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത്
എ സ്ക്വയർ എക്സെട്ര എ റൈസ് ടു ഡി എന്നുള്ളത് ഇതിൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് കിട്ടി. അത് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? അത് തന്നെ ഡി സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം മാക്സിമം ഡി സൊല്യൂഷൻസേ വരാൻ പാടുള്ളൂ. അപ്പോൾ അവർ തന്നെയാണ് ഈ പറയുന്ന ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ദെയർഫോർ എ സ്ക്വയർ എക്സെട്ര എ റൈസ് ടു ഡി ആർ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് ഓഫ് എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 mod p. കാരണം വേറെ എക്സ്ട്രാ ഒന്നും വരത്തില്ല, മാക്സിമം അത്രേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് അത്രയും കിട്ടുകയും ചെയ്തു. ഇനി എവരി എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ഹാസ് എക്സ്പോണൻറ്റ് ഡി. നമ്മൾ ഓൾറെഡി എ ഓഫ് ഡി അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എല്ലാത്തിൻ്റെ എക്സ്പോണൻറ്റ് ഡി ആയതുകൊണ്ട് ദെയർഫോർ എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ഇംപ്ലൈസ് എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 mod p. എക്സ്പോണൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എ റൈസ് ടു കെ ഫോർ സം കെ ബിലോങ്സ് ടു 1, 2, 3 എക്സെട്ര അപ് ടു ഡി. ഓക്കെ, അതിൻ്റെ റീസൺ മനസ്സിലായോ? ഓൾറെഡി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു വെച്ചേക്കുക. എക്സ് റൈസ് ടു ഡി കോൺഗ്രുവൻ്റ് ടു 1 mod p. എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ആണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും. ഇത് ഹോൾഡ് ചെയ്യുന്നത് എ സ്ക്വയർ എക്സെട്ര എ റൈസ് ടു ഡികൾക്കാണ്. അതായത് എക്സ് ഈക്വൽ ടു എ റൈസ് ടു കെ ആകാം. കെയുടെ വാല്യൂ 1 മുതൽ ഡി വരെ വേരി ചെയ്യും. ബട്ട് ഓൾ എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി സാറ്റിസ്ഫൈസ് എക്സ്പോണൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി. സോ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു എ റൈസ് ടു കെ ആവുമ്പം ആ എ റൈസ് ടു കെയുടെ എക്സ്പോണൻറ്റും എന്തായിരിക്കും? ഡി തന്നെ ആയിരിക്കും. കാരണം എ ഓഫ് ഡിയിലെ എല്ലാ എക്സുകളുടെ എക്സ്പോണൻറ്റ് ഡി ആണ്. എ ഓഫ് ഡിയിലെ എക്സിൻ്റെ വാല്യൂ ആണ് എ റൈസ് ടു കെ. സോ എക്സ്പോണൻ്റ് ഓഫ് എ റൈസ് ടു കെയും എന്താണ്? ഡി തന്നെയാണ്. അതായത് ഈക്വൽ ടു എക്സ്പോണൻ്റ് ഓഫ് എ ആണ്. ഇനി എപ്പോഴാണ് ഇത് ശരിക്കും ഇത് സംഭവിക്കുക? എപ്പോഴാണ്? ജി സി ഡി ഓഫ് കെ കോമ ഡി ഈക്വൽ ടു 1 വരുമ്പോൾ. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ കെ ടേക്സ് എനി വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഡി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുറച്ച് ലെങ്തി പ്രൂഫാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വരിക. നിങ്ങളിനി ഇത് ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് ഈ പ്രൂഫ് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആവും. ഇപ്പം ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇത് ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് നിങ്ങൾ നോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ക്ലിയർ ആവും. Therefore, k takes any value less than or equal to d and relatively prime to d. റിലേറ്റീവ്ലി പ്രൈം എന്നുള്ളത് ഇവിടെ നിന്നാണ് കിട്ടിയത് അല്ലേ? ഇനി therefore k takes എത്ര വാല്യൂ? ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഡി എന്ന് പറഞ്ഞാൽ അത് എത്ര എണ്ണമാണ്? അത് 5 ഓഫ് ഡി ആണ് അല്ലേ? 5 ഓഫ് ഡിയുടെ ഡെഫിനിഷൻ തന്നെ അതാണ്. സോ k takes 5 ഓഫ് ഡി വാല്യൂസ്. അതായത് എ ഓഫ് ഡി ഹാസ് 5 ഓഫ് ഡി എലമെൻറ്റ്സ്. അതെങ്ങനെ കിട്ടും? കാരണം എ ഓഫ് ഡിയിലെ ഒരു എലമെൻറ്റ് എക്സ് എടുക്കുമ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻസ് എ റൈസ് ടു കെകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കെയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിയും റിലേറ്റീവ്ലി പ്രൈം ടു ഡിയും ആണ്. അങ്ങനെയുള്ള വാല്യൂസിൻ്റെ എണ്ണമാണ് 5 ഓഫ് ഡി. അതായത് എ ഓഫ് ഡിയിൽ വരാൻ സാധിക്കുന്ന വാല്യൂസിൻ്റെ എണ്ണം 5 ഓഫ് ഡി ആണ്. സോ എഫ് ഓഫ് ഡി ഈക്വൽ ടു 5 ഓഫ് ഡി. കാരണം എ ഓഫ് ഡിയിലെ വാല്യൂസ് എലമെൻറ്റുകളുടെ എണ്ണമാണ് എഫ് ഓഫ് ഡി. സോ എഫ് ഓഫ് ഡി ഈക്വൽ ടു 5 ഓഫ് ഡി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആ കാർഡിനാലിറ്റി 5 ഓഫ് ഡി എന്ന് കിട്ടിയില്ലേ? അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ആ ഇൻ പർട്ടിക്കുലർ എന്ന് പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് നോക്കാം. എ ഈസ് കോൾഡ് എ പ്രിമിറ്റീവ് റൂട്ട് മോഡ് പി ഇഫ് എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് പി ഈക്വൽ ടു 5 ഓഫ് പി. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 5 ഓഫ് പി ആണെങ്കിൽ നമ്മൾ പറയും അത് പ്രിമിറ്റീവ് റൂട്ട് മോഡ് പി ആണെന്ന്. സോ 5 ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 ആണ്. ദെയർഫോർ എ ഈസ് കോൾഡ് എ പ്രിമിറ്റീവ് റൂട്ട് ഇഫ് എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് പി ഈക്വൽ ടു പി മൈനസ് 1. So number of elements having exponent p minus 1 is 5 of p minus 1. So number of primitive roots equal to 5 of p minus 1. ആ പർട്ടിക്കുലർ കേസ് ഒന്നുമില്ല, ജസ്റ്റ് ഡിക്ക് p മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആ റിസൾട്ട് തന്നെ ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ അത് കിട്ടിക്കഴിഞ്ഞു. അതായത് എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഡി ആകുന്ന എലമെൻസുകളുടെ എണ്ണം 5 ഓഫ് ഡി. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ p മൈനസ് 1 ആകുന്ന എലമെൻസുകളുടെ എണ്ണവും 5 ഓഫ് p മൈനസ് 1. ഓക്കെ, ആ കാര്യമാണ് നമ്മളീ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങളൊന്നും കൂടെ ആ പ്രൂഫ് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ടെലിഗ്രാമിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു.